കോൺഗ്രസിലെ പ്രശ്നം വ്യക്തിപരമല്ല, സംഘടനാപരമാണ്, രാഷ്ട്രീയമാണ്, ആശയപരമാണ്. അതുകൊണ്ട് എക്സിനെ മാറ്റി വയ്യെ കൊണ്ടുവന്നാൽ ആ വിഷയം തീരില്ല. കോൺഗ്രസ്സിൽ ആരോ ചിന്തിക്കുന്നത് ഒരാളെ മാറ്റി വേറൊരാളെ കൊണ്ടുവന്നാൽ എല്ലാം നേരെയാകുമെന്നാണ്. അതല്ല സ്ഥിതി. കോൺഗ്രസ്സിന് എപ്പോഴും ദിശ അറിയില്ല, വഴിയറിയില്ല, ദിക്കറിയില്ല. കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്കാകുന്നില്ല. പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ഗാന്ധി നെഹ്റു പാരമ്പര്യത്തെ മുഴുവനും കോൺഗ്രസ് മറന്നുപോയി. അതിൻ്റെ മുഖ്യ ശത്രുവായി കോൺഗ്രസ് കേരളത്തിൽ കാണുന്നത് ഇടതുപക്ഷത്തെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആ അളവിൽ BJPയുമായിട്ട് കൈകോർത്ത് പിടിക്കാൻ തയ്യാറാകുന്നു. അത്രത്തോളം തരംതാണു പോയ, വഴിമാറിപ്പോയ രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. അന്ധമായ ഇടതുപക്ഷ വിരോധം ഒരിക്കലും നെഹ്റു സമ്മതിക്കുമായിരുന്നില്ല. ഒരിക്കലും മഹാത്മാഗാന്ധിക്കും ആ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയാത്ത രാഷ്ട്രീയമായിരുന്നു. തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ. അതിനെല്ലാം പൂർണ്ണമായിട്ടും വിസ്മരിക്കുന്ന കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ രോഗത്തിൻ്റെ രൂക്ഷത അറിയാൻ പറ്റത്തില്ല. അഗാധമായ രോഗം, ആഴമേറിയ രോഗമാണത്. ആ രോഗത്തെ അവർ തൽക്കാലം ഒരു ആളെ മാറ്റിക്കൊണ്ട് തലമാറട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടിക്കഥകളെ പറ്റും. തലമാറട്ടെ ഒരു പഴയ കഥയുണ്ട്, ബാലകഥയുണ്ട്. അതുകൊണ്ട് കാര്യം മാറില്ല. ഇത് കുട്ടിക്കളിയല്ല, ഇത് രാഷ്ട്രീയമാണ്. അത് മനസ്സിലാക്കാത്തൊരു പാർട്ടിയുടെ വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഒന്ന് കാണുന്നു, ഇന്ന് വേറൊന്ന് കാണുന്നു, നാളെ വേറൊന്ന് കാണും. ഇതെല്ലാം കഴിഞ്ഞാലും കോൺഗ്രസ് കര കയറാൻ പോകുന്നില്ല.